അവഞ്ചേഴ്സ് ഡൂംസ്ഡേയില് തോർ തന്റെ ബ്രദറായ ലോക്കിയെ കണ്ടുമുട്ടുമെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. MCUവിൽ എങ്ങനെയാകാം തോർ തന്റെ ബ്രദറായ ലോക്കിയെ കണ്ടുമുട്ടാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഈ പറയാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു തിയറി മാത്രമാണ്. ഒരുപക്ഷെ ഇങ്ങനെ ആകണമെന്നില്ല, എന്നാലും നമുക്ക് നോക്കാം. എർത്തിൽ അവഞ്ചേഴ്സ് എല്ലാവരും വോയിഡിനോട് പോരാടുന്ന സമയത്ത് ഡോക്ടർ ഡൂം TVA പോകുന്നു. TVA എത്തി മൾട്ടിവേഴ്സിനെ കോൺക്വർ ചെയ്യാൻ ശ്രമിക്കുന്ന ഡോക്ടർ ഡൂമിന് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവുകയാണ്. അതായത് മൾട്ടിവേഴ്സിനെ സംരക്ഷിക്കുന്ന ലോക്കിയെ ഡീത്രോൺ ചെയ്താൽ മാത്രമേ തനിക്ക് മൾട്ടിവേഴ്സിനെ കോൺക്വർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന്. ഡോക്ടർ ഡൂം തന്നെ ലക്ഷ്യമാക്കി വരുന്നത് ലോക്കിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. കാരണം ലോക്കി ആ ത്രോണിൽ നിന്ന് എഴുന്നേറ്റാൽ മൊത്തം മൾട്ടിവേഴ്സും നശിക്കപ്പെടും. ലോക്കി ഇപ്പോൾ നിസ്സഹായനായിട്ട് നിൽക്കുന്ന സമയം എർത്തിൽ വോയിഡിനോട് പോരാടുന്ന അവഞ്ചേഴ്സിനോട് റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. അതായത് വോയിഡിനോട് അവഞ്ചേഴ്സ് പോരാടുന്നത് ഡോക്ടർ ഡൂമിന്റെ പദ്ധതിയാണ്. അവഞ്ചേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് മൾട്ടിവേഴ്സിനെ നശിപ്പിക്കാനാണ് ഡോക്ടർ ഡൂം ശ്രമിക്കുന്നത് എന്നൊക്കെ. ഇതേ സമയത്ത് ഡോക്ടർ ഡൂം ലോക്കിയെ കൊല്ലാനായിട്ട് തയ്യാറാകുമ്പോൾ പെട്ടെന്ന് തന്നെ തോർ അവിടേക്ക് എത്തുകയും ഡോക്ടർ ഡൂമുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടത്തുകയും ചെയ്യുന്നു. ആ പോരാട്ടത്തിൽ തോറിനെ കീഴടക്കിയ ഡോക്ടർ ഡൂം തോറിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ലോക്കി ടൈം ഫ്രീസ് ആക്കി മാറ്റുന്നു. അതെ, നമ്മൾ ഏറെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന തോറിന്റെയും ലോക്കിയുടെയും റീയൂണിയൻ ഇവിടെ സംഭവിക്കുന്നു. അതിനുശേഷം തോറും ലോക്കിയും ഒരുമിച്ച് ഡോക്ടർ ഡൂമിനോട് പോരാടുകയും ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ വെറും തിയറി മാത്രമാണ്. ഇങ്ങനെ ഒരു തിയറി കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം.